സർ, ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശമുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് ആളുകൾ ഒരുപാട് പേർ പലായനം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരുപാട് ആൾക്കാർ നിസ്സഹായരായി അവിടെ ഇരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശം? ടെഹ്റാനെ എന്ത് ചെയ്യാനാണ് പദ്ധതി? വലിയൊരു ആക്രമണം നേരിടാൻ ടെഹ്റാൻ പോകുന്നു എന്ന തരത്തിൽ വരുന്ന വാർത്തകൾ ശരിയാണോ? ടെഹ്റാനെ ലക്ഷ്യം വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് ടെഹ്റാനെയാണ്. ടെഹ്റാനെ ഭസ്മീകരിക്കുമെന്നാണ് ട്രംപും അല്ലെങ്കിൽ ഒരുപക്ഷെ നെതന്യാഹു ഒക്കെ പറയുന്നത്. ഈ ടെഹ്റാന് ചുറ്റും ആണവ കേന്ദ്രവും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളപ്പോൾ അവിടെ ഏതാണ്ട് 1 കോടിക്കകത്ത് ജനവുമുണ്ട്. അപ്പൊ ഈ ജനങ്ങളെ ഈ നമ്മളിപ്പം നമ്മൾ സിന്ദൂരിൽ ചെയ്തതുപോലെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ജനത്തിനെ അല്ല സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടില്ല. നേരെ മറിച്ച് അവർ ടാർഗറ്റ് ചെയ്തത് മൊത്തം ആദ്യത്തെ സിവിലിയൻസിനെയാണ്. എന്ന് പറഞ്ഞാൽ ഇതുവരെയും ഇവർ ടാർഗറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ പോയിന്റ് ചെയ്താണ്, സാധാരണ ജനങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞതുപോലെ ആണവ കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, സൈനിക ഹെഡ്ക്വാർട്ടേഴ്സ്, ചാനലുകളുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, അല്ലെങ്കിൽ ഈ അതുപോലെ തന്നെ അവരുടെ ഓരോ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ഇന്റലിജൻസ് മേധാവികളുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, അതിന്റെ ഓഫീസുകൾ, സൈനിക കേന്ദ്രങ്ങൾ, ഇതൊക്കെയാണ് അവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെയാണ് അപ്പം ഇപ്പം ഇതിനകത്ത് നദാൻസ് ഏതാണ്ട് 13ഓളം 10ഓളം ആണവ കേന്ദ്രങ്ങൾ അടിച്ചു കഴിഞ്ഞു. ഭൂമിക്കടിയിലേക്കും തുരങ്കത്തെ സംവിധാനമുള്ള ആഴത്തിലേക്കുള്ള ആണവ കേന്ദ്രങ്ങൾ, അണുവായുധ കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ ആണവായുധ നിലയങ്ങളുണ്ട്. ഇതിന്റെ സംവിധാനങ്ങൾ മൊഡ്യൂളുകളൊക്കെ അടിച്ച് കളഞ്ഞതിന്റെ കൂടെ നിലയങ്ങളുണ്ട്. അപ്പൊ നദാൻസ് എന്ന് പറയുന്ന വലിയ അവരുടെ അണുവായുധം വികസിപ്പിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒന്നാമത്തെ ആണവ കേന്ദ്രം അല്ലെങ്കിൽ ആണവ സംവിധാനം ഉള്ളത് ഈ നദാൻസിലാണ്. നദാൻസ് അടിച്ചു. നദാൻസിന്റെ ഏതാണ്ട് 15,000-ഓളം സെൻട്രൽ ഫ്യൂജുകൾ തകർത്തു എന്നാണ് പറയുന്നത്. അപ്പം അതിനകത്ത് ആണവ കേന്ദ്രം അല്ലെങ്കിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മേധാവി കൊസിൻ പറഞ്ഞത് അവിടെ ആണവ വിസരണം അല്ലെങ്കിൽ ആണവ വിസരണം ഉണ്ട്, അത്തരത്തിലേക്ക് ആശങ്കയുണ്ട്. ആണവ വിസരണം വന്നു കഴിഞ്ഞാൽ അടുത്ത കാര്യം ഈ രീതിയിൽ ആളുകൾ അവിടുന്ന് പലായനം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആണവ വിസരണം വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ജനത്തിന് പ്രശ്നം ഉണ്ടാവും. പ്രശ്നമുണ്ടായി, കുഴപ്പമുണ്ടായി. ഇപ്പം ഏറ്റവും അവസാനം ഇതുവരെ ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ കൊടുക്കത്തില്ല അമേരിക്ക എന്ന് പറഞ്ഞ ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ കൊടുക്കാൻ വേണ്ടി സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരുപക്ഷെ ഖമേനി ഇരിക്കുന്ന ബംഗാളിമാർ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഒന്ന്. രണ്ട്, ഇവിടെ ഭൂമിക്കടിയിൽ ആഴത്തിൽ പതിക്കാൻ അല്ലെങ്കിൽ പ്രാപ്തമാക്കാൻ കൈകാര്യം ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ബോംബുകൾ ഇപ്പൊ ഇസ്രായേലിന്റെ കയ്യിലില്ല. അത് അമേരിക്കയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. നേരത്തെ ഈ പറയുന്ന ഇത് ഉപയോഗിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചാണ് അവർ ഉപയോഗിച്ചത്. അങ്ങനെയാണ് ഈ ഭൂമിക്കടിയിലിരുന്ന കുറെ ഹമാസിന്റെ ഹിസ്ബുള്ളയുടെ മറ്റു നേതാക്കന്മാരെയൊക്കെ കൊല്ലുന്നതിനനുസരിച്ച് ഇപ്പം ഇവർക്ക് ചില ആണവ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ പ്രാപ്തമായിട്ടിരിക്കുന്ന ചില കേന്ദ്രങ്ങൾ തകർക്കേണ്ടതായിട്ടുണ്ട്. അതിന് ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ഉണ്ട്. അത് ഇടുന്നതിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പ് നടത്തുന്നു അല്ലെങ്കിൽ ആലോചിക്കുന്നു. അത് പ്രധാനമായിട്ടും ഈ പറയുന്ന തലസ്ഥാന കേന്ദ്രത്തിലാണ് അല്ലെങ്കിൽ നദാൻസിലാണ് എന്നുള്ളത് കൊണ്ടാണ് അവിടുന്ന് ആളുകൾ മാറിപ്പോകണമെന്ന് പറഞ്ഞത്. അവിടുന്ന് ആളുകൾ മാറിപ്പോകുന്നത് വലിയ പ്രശ്നം. 1 കോടി ആള് ഒരു സ്ഥലത്ത് നിന്ന് പ്രത്യേകിച്ച് പെട്ടെന്ന് മാറിപ്പോകുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സാധ്യമായിട്ടുള്ള കാര്യം. പക്ഷെ ജനം അങ്കലാപ്പിലാണ്. വണ്ടിയും എടുത്ത് റോളിറങ്ങി. ചില ആൾക്കാർ കഴിഞ്ഞ ദിവസം BBC യുടെ നിരോധിച്ചിരിക്കുന്നതല്ല, BBC യുടെ ചില ഏജൻസികൾക്കടുത്ത് ഈ ജനങ്ങൾത്തി എന്ന് ചോദിച്ചപ്പോൾ അവർ ഈ പറയുന്ന യുദ്ധം ചെയ്യുന്ന ഇറാനെ, അവിടുത്തെ ഭരണത്തോടുള്ള അതിർത്തിയാണല്ലോ. ഇറാനെയും അല്ലെങ്കിൽ അമേരിക്കയെ ഒന്നും കുറ്റം പറയാം. നമ്മുടെ അടുത്തോട്ട് ഇവിടെ നമ്മളെ ആക്രമിച്ചിട്ട് പാകിസ്ഥാന്റെ ഒരു കാര്യം ചോദിച്ചാൽ പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചു, ഇവിടുത്തെ ഏതെങ്കിലും ഒരു ജനത്തിന്റെ റോഡിൽ പാകിസ്ഥാനെ കത്തിക്കണമെന്നല്ലേ പറയത്തുള്ളൂ. ഇത് ഈ രാജ്യങ്ങൾക്കെതിരെ പറയുന്നില്ല. അപ്പൊ ആ രാജ്യങ്ങൾക്കെതിരെ പറയാത്തതെന്ന് പറഞ്ഞാൽ അവരുടെ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിൽ നിന്നും ഇതുപോലെ നമ്മൾ പറയത്തില്ലേ മരിച്ചുപോലെ ജീവിക്കുന്നതിനൊക്കെ കാരണക്കാരൻ ഈ ഖമേനിയ, ഈ ഭരണകൂടമാണ്. അപ്പൊ അവരാണ് ഇതിനെല്ലാം കാരണങ്ങൾ. ഞങ്ങൾ ഇവിടെ കിടന്ന് മരിച്ചുകൊള്ളാം എന്നുള്ള രീതിയിലുള്ള മാനസികാവസ്ഥയാണ് അവർക്കുള്ളത്. അപ്പം അത്തരത്തിലേക്ക് അണുവിസരണം, ആ ജനതയെ ഉപദ്രവിക്കാൻ ഈ പറയുന്ന ഇസ്രായേലിനോ അല്ലെങ്കിൽ ഈ പറയുന്ന അമേരിക്കയ്ക്കോ താല്പര്യമില്ല. കാരണം ഈ ഭരണമാറ്റത്തിന് വേണ്ടി ഉള്ള ഒരു കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ അവരുടെ മാക്സിമം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അവർ ഈ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ബങ്കർ ബ്ലസ്റ്റർ ബോംബ് ഉൾപ്പെടെ അല്ലെങ്കിൽ നിമിക്സ് എന്ന് പറയുന്ന
കരിയർ, അപ്പൊ വലിയ കപ്പൽ ഉൾപ്പെടെ വലിയൊരു പടനീക്കം. അതായത് 40,000-ഓളം പട്ടാളക്കാരെയും 50-ഓളം സ്പെഷ്യൽ ആയിട്ടുള്ള F-35 പോലെയുള്ള പോർ വിമാനങ്ങൾ, ഫൈറ്റർ ജെറ്റുകളും ഒക്കെ ആയിട്ട് അമേരിക്ക തയ്യാറായി നിൽക്കുകയാണ്. അമേരിക്കയ്ക്ക് തയ്യാറാൻ പറ്റും, വളഞ്ഞു നിൽക്കാൻ പറ്റും. അമേരിക്കയ്ക്ക് വളഞ്ഞ് ഖത്തർ, അവരുടെ സൈനിക താവളം, ഇറാനിൽ സൈനിക താവളം, ഇറാനല്ല ഇറാഖിൽ സൈനിക താവളം, സൗദിയിൽ സൈനിക താവളം, ഏതാണ്ട് 150-ഓളം സൈനിക അല്ലെങ്കിൽ ഇതിന് ചുറ്റും സൈനിക താവളങ്ങളുണ്ട്. ഇവിടെ 40,000 പട്ടാളം വന്ന് നേരത്തെ കിടപ്പുണ്ട് 50,000, ഇപ്പൊ 40,000 വീണ്ടും വന്നു കഴിഞ്ഞു, സജ്ജമായിരിക്കുകയാണ്. അപ്പൊ അടിക്കുമ്പോൾ മൊത്തത്തിൽ പറന്ന് ഇറങ്ങി അല്ലെങ്കിൽ മൂടിപ്പോകുന്ന ഒരവസ്ഥ, അധികം ദിവസം നിന്ന് അടിച്ച് തീർക്കണ്ടാത്ത രീതിയിലേക്കുള്ള ഒരു അറ്റാക്കാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലേക്കാണ് അന്തർദേശീയ മാക്സിമം പറയുന്നത്. അപ്പൊ മാക്സിമം ആൾക്കാരെ ഒഴിപ്പിക്കാൻ, അല്ലെങ്കിൽ ഹമാസിൽ ആക്രമിച്ചപ്പോഴും ഹിസ്ബുള്ളയെ ആക്രമിച്ചപ്പോഴും ഒക്കെ ഈ ജനങ്ങളെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിച്ചു. കാരണം അവന്മാരെപ്പോഴും കൊണ്ട് വെക്കുന്ന എവിടെ? മിസൈൽ കൊണ്ട് വെക്കുന്ന ഇതിനകത്ത്. ഇപ്പൊ ഈ ഖമേനി എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത് നമ്മൾ പരിശോധിച്ച് നോക്കുക, ഇതുപോലെ ജനവാസ കേന്ദ്രത്തിന്റെ അടിയിലെങ്ങാണ് ഒരു ബംഗറിലായിരിക്കും ഇരിക്കുന്നത്. അവരൊന്നും ജനത്തോടൊന്നും താല്പര്യമൊന്നുമില്ലല്ലോ. ഇവരെയല്ല, അപ്പൊ ഇവരെ താല്പര്യപ്പെട്ടു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഫ്രണ്ട് നിർത്തി യുദ്ധം ചെയ്യുന്ന ഹമാസിനെ അറിയത്തില്ലേ? ആ മാനസികാവസ്ഥയുള്ള ഭരണാധികാരിയാ ഖമേനി, അല്ലെങ്കിൽ അവരുടെ നേതാവാണ് ഖമേനി. അപ്പൊ അതുകൊണ്ടാണ് ഒഴിഞ്ഞു പോകാൻ പറയുന്നത്. ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടും മാറുന്നില്ല ഒരവസ്ഥ വന്നാൽ ഒരു പക്ഷെ അതിനെയൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് ബോംബിങ്ങും മറ്റു സംവിധാനത്തിലേക്കും കാര്യങ്ങൾ പോകും. അതായത് യുദ്ധം ഇപ്പം 6-ാമത്തെ ദിവസത്തിലേക്കോ 7-ാമത്തെ ദിവസത്തിലേക്കോ കടക്കുന്നു എന്നാണ് വിചാരിക്കേണ്ടത്. അണുവിസരണം അല്ലെങ്കിൽ ജനപരിഭ്രാന്തിയിൽ അത്തരത്തിലേക്കുള്ള കാര്യമാണ്, ലോകനാശത്തിലേക്ക്. ഇപ്പം കഴിഞ്ഞ ദിവസം ഖത്തർ ഉൾപ്പെടെയുള്ള ഒരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവിടെ അണുവിസരണം ഉണ്ടായാൽ അല്ലെങ്കിൽ റേഡിയേഷൻ ഉണ്ടായാൽ മറ്റു പലയിടത്തേക്കും വ്യാപിക്കുമോ എന്നുള്ള രീതിയിലേക്കുള്ള ആശങ്കകൾ വന്നു തുടങ്ങി. ഏതായാലും അണുവിസരണം ഉണ്ടെന്ന് അതിന് ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികളും അതിന്റെ മേധാവികളും ഒക്കെ ബോധ്യപ്പെട്ട് പറഞ്ഞു തുടങ്ങി. അത് നിസ്സാരമല്ല, വലിയ കുഴപ്പത്തിലേക്ക് ഇറാനെ എത്തിക്കും, ലോകത്തെയും എത്തിക്കും എന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഒരു രാജ്യത്തിന്റെ തലസ്ഥാനത്തോടാണ് ഒഴിഞ്ഞു പോകണമെന്ന് ആഹ്വാനം ചെയ്യുന്നത്. വീണ്ടും ഇത്തരത്തിൽ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന യുദ്ധം എന്നുകൂടിയല്ലേ ഇസ്രയേൽ തെളിയിക്കുന്നത്? അല്ല, ഇസ്രായേൽ എങ്ങനെ തെളിയിച്ചുണ്ട്? ഇസ്രായേൽ ഇത് ഞാൻ പലവട്ടം നമ്മൾ പല ടോക്കുകളിലും പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ നിലനിൽപ്പിന്റെ വിഷയമാണ്. ഇസ്രായേലിന് യുദ്ധം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ യുദ്ധം ചെയ്യുന്നതിന്റെ അവരുദ്ദേശിക്കുന്ന ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം എന്നും ഇപ്പൊ നമ്മൾ ഒക്ടോബർ 7-ന് ശേഷം ഉള്ള കാര്യങ്ങളല്ലേ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നും അവിടെ ഈ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നിരന്തരമായിട്ടുള്ള റോക്കറ്റ് ആക്രമണം ഉണ്ട്, അല്ലെങ്കിൽ മിസൈൽ ആക്രമണം ഉണ്ട്. അവർ 10 എണ്ണം അവന്മാർ എങ്ങനെയാലും അടിക്കും. അവന്മാർ രാവിലെ നമ്മൾ പറയുന്നല്ലേ പട്ടാളക്കാരെ എക്സർസൈസ് ചെയ്യിക്കുന്നത്, അവരുടെ ഒരു എക്സർസൈസിന്റെ ഭാഗം ഇസ്രായേലിനെതിരെ 10 മിസൈൽ അയക്കുകയെന്ന് ഹിസ്ബുള്ളയുടെ ഹമാസിന്റെ ഒക്കെ. പക്ഷെ അവർ കണ്ടില്ലെന്ന് അടിച്ചു. അവരുടെ അയൺ ഡോം സംവിധാനം നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എല്ലാ രാജ്യത്തിന്റെയും പ്രതിരോധ സംവിധാനമോ അല്ലെങ്കിൽ റഡാർ സംവിധാനമോ അല്ലെങ്കിൽ അത്തരത്തിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അതുപോലല്ല, സജീവമായിട്ട് നിൽക്കുകയാണ്. ആ രീതിയിലൊക്കെ പോകുന്നത്. അപ്പൊ ഇതിന് ശേഷം ഇതിനി അനുവദിച്ചു പോകാൻ പറ്റുന്നില്ല. കാരണം ഇത് ഒരു വളരെ കാലത്തെ അനുവദനീയമായിട്ട് വന്നപ്പോൾ അതിന്റെ വളർച്ച ഇത്രയും ശ്രദ്ധിച്ചിരുന്നതൊക്കെ പോലും അത് പ്രോക്സിയുടെ രൂപത്തിലും ഒക്കെ വളർന്ന് പോയിട്ട് അതൊരു ഹമാസ് ഒരു രാജ്യത്തിന്റെ പട്ടാളത്തിന്റെ അത്രയും വളർന്നു. ഹിസ്ബുള്ള ഒരു രാജ്യത്തിന്റെ പട്ടാളത്തെക്കാട്ടി വലിയ സംവിധാനമല്ലായിരുന്നു, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ അതിനുള്ള ആയുധങ്ങൾ. അതുകൊണ്ടല്ലേ അവർ ആദ്യമേ പറഞ്ഞത് ഞങ്ങള് കയറ്റി അല്ലെങ്കിൽ ഞങ്ങളുടെ ബംഗറും അതിന്റെ സംവിധാനത്തെ പറ്റിയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേന് ഇസ്രായേലിന്റെ കാര്യം തീരുമെന്ന്. ഇസ്രായേൽ എന്താന്നുള്ള കാര്യം ഇവന്മാർക്ക് അറിയത്തില്ല, ഇവന്മാരിലെ പുറത്തുനിന്ന് നോക്കുകയല്ലേ ചെയ്യുന്നത്. അതാണ് അത്. അപ്പൊ അതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ ആണവായുധം ഉണ്ടായാൽ ഈ ടെഹ്റാനിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞാൽ ടെഹ്റാനിലാണ് ഈ പറയുന്ന ഏറ്റവും വലിയ ആണവ കേന്ദ്രം വെച്ചേക്കുന്നത്. അവർക്കത് അടിച്ചു വെക്കൂ. അതുകൊണ്ട് ഒഴിഞ്ഞു പോകാനെന്ന് പറഞ്ഞാൽ അവർക്കത് ഇറാനെ ഈ ഖമേനി ഭരണകൂടത്തെ അവർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനത്തെ തീർത്തേ മതിയാവത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് കാര്യമൊന്നുമില്ല, എവിടുന്ന് ഒഴിഞ്ഞു പോകണം എവിടെ ഒഴിഞ്ഞു പോകണ്ട എന്നൊന്നുമല്ല. രാജ്യം തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയായിരിക്കും ഓരോ രാജ്യങ്ങളും ഉറ്റുനോക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും. അതുകൊണ്ട് ഇപ്പൊ ടെഹ്റാൻ എന്ന് പറയുന്ന തലസ്ഥാനത്തായിരിക്കും അവരുടെ മൊത്തം സംവിധാനങ്ങളുടെയും ഹെഡ് ക്വാർട്ടേഴ്സ്. അവിടെ തകർത്താൽ മൊത്തം തകർന്നില്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ബാങ്ക് ഇത് ചെയ്തു, കത്തിച്ചെന്നല്ല, നമ്മുടെ പറയത്തില്ലേ ഈ ഹജാക്ക് ചെയ്യുക എന്ന് പറയത്തില്ലേ, അല്ലെങ്കിൽ ചെയ്തു. അന്ന് ഇതേ രീതിയിലേക്ക് സംവിധാനങ്ങൾ മൊത്തം തകർത്തു കഴിഞ്ഞാലേ നടക്കും. അപ്പൊ അത് ഈ പറഞ്ഞാൽ എവിടാണ് അതിന്റെ കേന്ദ്രം, അവിടെയാണ് അവർ തകർക്കുന്നത്. അപ്പൊ അതിനകത്ത് കാര്യമൊന്നുമില്ല, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ നമുക്ക് ആശങ്കപ്പെടാനേ പറ്റത്തുള്ളൂ. യുദ്ധത്തിനകത്ത് അങ്ങനെയൊന്നുമില്ല, ജയിക്കുക എന്നുള്ള തന്ത്രമേ ഉള്ളൂ.
പിന്നെ ഇപ്പൊ ലോകത്ത് യുദ്ധ നിയമങ്ങളുണ്ട്, ആണവ കേന്ദ്രം ആക്രമിക്കരുത്. ആണവ കേന്ദ്രം ആക്രമിക്കാതിരിക്കാൻ ഒക്കത്തില്ല. കിരാന ഹിൽസി നമ്മൾ കയറി അടിച്ചത് നമ്മുടെ അടുത്ത് ആദ്യമേ തൊട്ട് പറഞ്ഞില്ലേ, ഞങ്ങൾ ആക്രമിച്ചു, ഞങ്ങൾ ആക്രമിച്ചു, ഞങ്ങൾ ആക്രമിച്ചു, ഞങ്ങൾ ആണവ വിടുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു നീ വിടുന്നിടത്ത് നിന്ന് ഞങ്ങൾക്ക് ഇപ്പൊ നിന്നെ കൊണ്ട് വിടാതിരിക്കേണ്ട നമ്മുടെ ആവശ്യമില്ലേ. അപ്പൊ അതിനകത്ത് അവൻ അത് കൊണ്ടുവച്ചേക്കുന്ന വെച്ചാൽ അവിടെ അടി അടിച്ചു. ഇതുപോലെ ഇവർക്കിപ്പം ഇവന്മാരെ വിടുമെന്ന് പറയുന്നില്ല, മറ്റവന്മാരെ വിടുമെന്ന് പറയുന്നതിനെക്കാട്ടി ഡേഞ്ചറാ ഇവന്മാര് വിടുന്നവന്മാരാ. സൗകര്യം കിട്ടിയാൽ മിണ്ടാതിരുന്നിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് ഇവന്റെ തലയെ കൊണ്ടിടും. കാരണം ഒരു തലയെ കൊണ്ടിട്ടാൽ തീരും. അതിനുവേണ്ടി ഒന്നുമില്ല, 1 കോടി ജനവും അത്രയും വ്യാപ്തിയേ ഉള്ളൂ. തറയെ വീണ് പോയി കഴിഞ്ഞാൽ ഇപ്പം വീഴുന്നത് വെച്ചിട്ട് കത്തിപ്പോവുകയും അല്ലെങ്കിൽ കെട്ടിടങ്ങൾ തിരിച്ച് പണിയാൻ പറ്റുകയും ചെയ്യും. ആണവ സ്ഫോടനം ഉണ്ടാകാത്ത അവസ്ഥ അറിയാമല്ലോ, ഹിരോഷിമ നാഗസാക്കി. ആ രാജ്യത്ത് പിന്നെ ഉണ്ടാവുന്ന ജനത്തിന് പോലും കുഞ്ഞുങ്ങൾക്ക് പോലും അല്ലെങ്കിൽ അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ജൂതനെ കൊല്ലുന്നതിന് വേണ്ടി ആ തലത്തിൽ ചിന്തിക്കുന്നവരാണ് ഈ പറയുന്ന ഖമേനിയുടെ ആൾക്കാർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇസ്ലാമിസ്റ്റുകൾ. അതാണ് പറഞ്ഞത്, ഞങ്ങൾ തിരിച്ചടിയേണ്ട കാര്യമെന്ന് പറഞ്ഞത് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നതല്ല പറഞ്ഞത്, ഇസ്രായേലിനോടല്ല ജൂതന്മാരോട് യുദ്ധം ചെയ്യുന്നത്. അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. അതിനകത്ത് വേറെ വൈകാരിക ഉൾപ്പെടുത്തി പൊതിഞ്ഞു പറയുന്ന ഒരു സംവിധാനം. അതായത് ജൂതന്മാരോട് യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ ജൂതനെ അല്ലെങ്കിൽ ജീവിത ശത്രുവായിട്ട് പൂച്ചയും എലിയും എന്ന് പറഞ്ഞതുപോലെ കാണുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അതിനകത്തൊരു വർഗീയമായിട്ടുള്ള നീക്കമുണ്ട്. അതിനകത്ത് ആ മാനസികാവസ്ഥയിൽ ഉള്ളവരെല്ലാം ഈ പറയുന്ന ഖമേനിക്കും ഇറാനും അനുകൂലമായിട്ട് വരുന്നെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ വരും എന്ന് ചിന്തിച്ചാണ് അത്തരത്തിലൊരു വർത്തമാനം. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇത്രയും റിസ്ക് എടുത്ത് ഈ നീക്കത്തിന് തയ്യാറാവുന്നത്.